നമസ്കാരം. അതിർത്തിയിൽ ഇപ്പോൾ അതീവ കൗതുകകരവും എന്നാൽ ശക്തവുമായ ഒരു പുതിയ നീക്കമാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. പാക് അധിനിവേശ കാശ്മീരിൽ, അതായത് POKയിൽ നടക്കുന്ന ജനകീയ പ്രതിഷേധങ്ങളുടെയും അവിടുത്തെ ഭരണകൂടവും പാക് റേഞ്ചേഴ്സും നടത്തുന്ന ക്രൂരതകളുടെയും ദൃശ്യങ്ങൾ ഇന്ത്യൻ സൈന്യം അതിർത്തി പ്രദേശങ്ങളിൽ വലിയ സ്ക്രീനുകളിൽ പ്രദർശിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. പാക് അധിനിവേശ കാശ്മീരിന്റെ ഭാഗത്തുനിന്ന് ചിത്രീകരിക്കപ്പെട്ടതായി പറയപ്പെടുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വൈറലായിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ കൗതുകം അതല്ല. തങ്ങളുടെ സ്വന്തം നാട്ടിൽ സ്വന്തം ജനങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ സൈന്യവും പോലീസും നടത്തിയ നരഹത്യകളും അതിക്രമങ്ങളും ലോകത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടപ്പെടുമ്പോൾ പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഔദ്യോഗിക കേന്ദ്രങ്ങളും ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ വലിയ കരച്ചിലിലാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ അതിക്രമങ്ങൾ പ്രദർശിപ്പിക്കുന്നത് എന്നാണ് ഇവരുടെ പ്രധാന ചോദ്യം. നമുക്കറിയാം, വർഷങ്ങളായി POKയിലെ ജനങ്ങൾ കടുത്ത അവഗണനയും അടിച്ചമർത്തലുമാണ് നേരിടുന്നത്. ഉയർന്ന നികുതി വർധനവിനെതിരെയും കരിഞ്ചന്തയ്ക്കും വൈദ്യുതി പ്രതിസന്ധിക്കും എതിരെ അവിടുത്തെ ജനങ്ങൾ വലിയ പ്രക്ഷോഭങ്ങളാണ് നടത്തിയത്. എന്നാൽ ഈ പ്രതിഷേധങ്ങളെല്ലാം പാക് റേഞ്ചേഴ്സും പോലീസും ചേർന്ന് ചോരയിൽ മുക്കിക്കൊല്ലുകയാണ് ചെയ്തത്. നിരവധി ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത്. ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം അതിർത്തിയിൽ പ്രദർശിപ്പിക്കുന്നത്. സാധാരണയായി അതിർത്തികളിൽ സൈനിക ശക്തിയും പ്രതിരോധ ഉപകരണങ്ങളുമാണ് പ്രദർശിപ്പിക്കാറുള്ളതെങ്കിൽ ഇത്തവണ അതൊരു സൈക്കോളജിക്കൽ വാർ അഥവാ മനഃശാസ്ത്രപരമായ നീക്കമായി മാറിയിരിക്കുകയാണ്. പാകിസ്ഥാൻ അധികാരികൾ ലോകത്തിനു മുന്നിൽ മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന സ്വന്തം ജനങ്ങളോടുള്ള ക്രൂരതകൾ അതിർത്തിയിൽ കൃത്യമായി തുറന്നു കാട്ടപ്പെടുമ്പോൾ പാകിസ്ഥാന്റെ മുഖംമൂടിയാണ് അവിടെ അഴിച്ചെടുക്കപ്പെടുന്നത്. ഇപ്പോൾ പാക് അനുകൂല ഹാൻഡിലുകൾ നടത്തുന്ന പ്രധാന പരാതി എന്തുകൊണ്ട് ഇന്ത്യൻ സൈന്യം ഇത് കാണിക്കുന്നു എന്നാണ്. ഇത് മറ്റുള്ളവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടലാണെന്നാണ് അവരുടെ വാദം. എന്നാൽ വ്യാജ പ്രചരണങ്ങളും നുണകളും മാത്രം അതിർത്തിയിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാന് തങ്ങളുടെ സ്വന്തം മുഖം കണ്ണാടിയിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന വിറയലാണിത്. സ്വന്തം പൗരന്മാരെ വെടിവെച്ച് കൊല്ലുകയും അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്യുമ്പോൾ അതിൽ ഒരു മടിയും കാണിക്കാത്തവരാണ് ആ സത്യങ്ങൾ ജനങ്ങൾ കാണുമ്പോൾ അതിക്രമങ്ങൾ പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് കരയുന്നത്. തങ്ങൾ ചെയ്ത ക്രൂരതകൾ പുറത്തുവരുമെന്ന ഭയമാണ് പാകിസ്ഥാൻ സൈന്യത്തെയും ഭരണകൂടത്തെയും ഇപ്പോൾ പ്രതിരോധത്തിലാക്കുന്നത്. ഈ നീക്കം കേവലം ഒരു പ്രദർശനം മാത്രമല്ല, അതൊരു മാസ്റ്റർ സ്ട്രോക്കാണ്. ആദ്യം പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾക്ക് അവർ ഒറ്റയ്ക്കല്ലെന്ന ഉറച്ച സന്ദേശമാണ് ഇത് നൽകുന്നത്. അവരുടെ പോരാട്ടങ്ങളും യാഥാർത്ഥ്യങ്ങളും ഇന്ത്യ ലോകത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുമുണ്ട്. രണ്ടാമതായി, പാകിസ്ഥാൻ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുന്നിൽ വീണ്ടും ചർച്ചയാക്കാൻ ഈ ദൃശ്യങ്ങൾ ഉപകരിക്കുന്നുണ്ട്. പാകിസ്ഥാൻ നുണകളുടെ കോട്ട കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുമ്പോൾ സത്യം പുറത്തു കൊണ്ടുവന്നുകൊണ്ട് ആ കോട്ട തകർക്കുന്ന തന്ത്രമാണിത്. ഈ ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധികേന്ദ്രങ്ങൾക്ക് ഏവരും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. സത്യം എപ്പോഴും പുറത്തു വരുമെന്നും അടിച്ചമർത്തലുകൾക്ക് ഒരിക്കലും അധികകാലം ആയുസ്സില്ലെന്നും ഈ സംഭവം ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.